ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകിയുടെ സ്കൂളിൽ നിന്ന് ഫീൽഡ് ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് പോകണം. അവൾക്ക് ഞാനൊരു കുറച്ച് നേരം നിൽക്കുന്നുള്ളൂ, അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര വെയിൽ. പിന്നെ ഈ പുറത്ത് കുട്ടികൾ വൈകി അവിടെ ചെന്ന് കഴിഞ്ഞാലും വൈകി അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യം നോക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് പോയി ഞാൻ ചെന്നിരുന്നു എന്നൊന്ന് വരവ് വെച്ചിട്ട് തിരിച്ചു പോരും. അതാണ് ഇപ്പം ചെയ്യാൻ പോണത്. Everyone, sushi. Let's try our other leg. Right? Go. Oh, good. Yeah, nice. Yeah. How's everything going? Good. I was telling my mom. I'm tired. Okay. I want to sleep. What? I want to sleep. കൊണൈസ് ഇത് കഴിഞ്ഞിട്ട് വാങ്ങി തരാം കേട്ടോ. ഇനി 4 സ്റ്റേഷനും കൂടെ അല്ലേ ഉള്ളൂ. Only 4 stations, but don't leave too late. ഓക്കെ, അമ്മ ഇവിടെ ഇരിക്കാം. അമ്മയ്ക്ക് ഇനി നടക്കാൻ വയ്യ. ഓക്കെ. There's a bug on you. ഈ കുട്ടികൾക്ക് പല കളറിലുള്ള ടീഷർട്ടുകൾ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തേക്കുന്നതാണ്. എനിക്കൊന്ന് ഇവർ ഈ ഫീൽഡിലൊക്കെ പലയിടത്ത് ഓടിക്കളിച്ച് നടക്കുന്നതുകൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്ലാസ്സിലും ഓരോ ഡിഫറെൻറ്റ് കളർ ടീഷർട്ടുകൾ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തേക്കുന്നതാണ്. ബൈ. തോറ്റ് തുന്നം പാടി ദീപു. അമ്മുമ്മയും കൊച്ചുമോളും കൂടെ ഭയങ്കര ഓട്ടപ്പെടുത്തം കളി. ചിക്കോ, ഇവരെന്താടാ ചെയ്യുന്നവര്? എന്താ വൈകിയുടെ പണി എവിടെയെല്ലാം വരച്ചു വെച്ചിരിക്കുക. ഇതാ ഓടുന്നു. ആറ്റുകാൽ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം. ഹായ്. ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് മിസ്റ്റർ സങ്കുട്ടി. കുഞ്ഞാപ്പിനെ എടുത്തിട്ട് അമ്പലത്തിൽ പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ മേ? അല്ലേലും എനിക്ക് തോന്നുന്നു പൊങ്കാല പുറത്താണ് ഇടുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഞാൻ ബേസിക്കലി വെറുതെ പോകുന്നതാണ്. അമ്മയാണ് ഇത്തവണ പൊങ്കാല ഇടുന്നില്ല എന്ന് തോന്നുന്നു. പൊങ്കാല ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ ചൂടത്തിരുന്ന് പൊങ്കാല ഇടേണ്ട ആവശ്യമില്ല. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഈ അമ്പലത്തിലാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. ഹലോ, ഇന്ന് ഇവിടെ മാർച്ച് 15 സാറ്റർഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞു 13-ാം തീയതി. പക്ഷേ നമ്മളിവിടെ പൊങ്കാല ഇവിടുത്തെ അമ്പലത്തിലിടുന്നത് 15-ാം തീയതിയാണ്. ഇത്തവണ ഞാൻ പൊങ്കാല ഇടുന്നില്ല, കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് എനിക്കൊന്ന് ചോറൂണ് കഴിഞ്ഞ് മാത്രമേ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് പിന്നെ അമ്മ കൂടിയുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു അമ്മ ഇത്തവണ ഇടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അമ്മ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഇതാ പീക്രി എവിടെ കിടന്ന് ഉറങ്ങുക. അതുകൊണ്ട് ഞാൻ കാറിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവൾ ഉണരുമ്പം അങ്ങോട്ട് അമ്പലത്തിന് പുറത്തേ വരുന്നത്. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്വസ്തിന ഇന്ദ്രശാഖിശ്ച സ്വസ്തിനോ അഗ്നേഗതി സ്വസ്തി ബന്ധാനന്തരേമ സൂര്യാദാക്ഷം പ്രേതപാണി ശരണം പ്രപദ്യേ സവാ സ്വസ്തിഭൂഷാ വിശ്വവേദ
സുസ്ഥിരം സാക്ഷ്യം അരിഷ്ടം കലം വെച്ചോ മേലെ കെട്ടുപോണ്ട. എന്താ ഇടാ എന്തായി? ഓ ആ വെന്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടംപോലെ വെള്ളമാണ്. വെള്ളം ആവശ്യം കൂടുതലായി. എനിക്കറിയില്ല. പ്രസാദം റെഡിയായോ? ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതാ ജസ്റ്റ് വീട്ടിൽ തിരിച്ചെത്തി. ഇടയ്ക്ക് വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞ് വഴക്കായിരുന്നു, കരച്ചിൽ. അങ്ങനെ അവളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാറിലേക്കൊക്കെ എനിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് കുറേ സംഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൊങ്കാലയൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഹിന്ദു അസോസിയേഷനാണ് ഈ പൊങ്കാല ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മളിത് ആറ്റുകാൽ പൊങ്കാല ചെയ്യുന്നത്. അപ്പോൾ അതിനോടടുപ്പിച്ചുള്ള ആറ്റുകാൽ പൊങ്കാലയോട് അടുപ്പിച്ചുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഇത് ചെയ്യുക. അപ്പം ഇന്നായിരുന്നു ഇവിടുത്തെ ഇത്. അതൊക്കെ കഴിഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഞങ്ങളത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇഡ്ഡലി, വടയും, ചട്നി, സാമ്പാറും അതേപോലെ തന്നെ അതിൻ്റെ പ്രസാദവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.